എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചു. Avita എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. 2 ദിവസം മുമ്പ് വന്ന് വാങ്ങിയതാണ്. വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് ഓപ്പൺ ചെയ്തു നോക്കി. അപ്പോൾ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം സാവധാനം ചെയ്യാൻ വെച്ചു. അതുകൊണ്ടാണ് 2 ദിവസം ലേറ്റ് ആയത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 23,490 ബോക്സിൻ്റെ കൂടെ ഉള്ളത് അത്രയാണ് പ്രൈസ് ഉള്ളത്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 15,990, അതായത് 16,000-ന് ഒരു 10 രൂപ കുറവിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അത് വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 6GB റാം 4GB റാം 64 ഇൻറ്റേർണലാണ് സ്റ്റോറേജ് ഉള്ളത്. പിന്നെ IPS ഫുൾ HD ഡിസ്പ്ലേ ആണുള്ളത്. പിന്നെ വിൻഡോസ് 10. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. 2-in-1 ലാപ്ടോപ്പ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കാം. ഈ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ പ്രൈസ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആളല്ല. എങ്കിലും എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ, ഇതിനെപ്പറ്റിയിട്ട് എക്സ്പെർട്ടായ ആളുകളുണ്ട്. പിന്നെ ലാപ്ടോപ്പിനെ പറ്റി, ടാബിനെ പറ്റി, കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അവർ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക. അവർ പഠിക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ടു നോക്കി, പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല, അതെല്ലാം നടക്കുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ നല്ല ക്യൂട്ടാണ് സാധനം കാണാൻ, നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ 2-in-1 ആണിത്, രണ്ടായിട്ട്. അതാണ് അടുത്ത് പറയാനുള്ളത്. 2-in-1 ലാപ്ടോപ്പാണിത്. നമുക്ക് ടാബായിട്ട് ഉപയോഗിക്കാം, ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ, കയറി മാഗ്നറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഉള്ളത്. ഇതിന് വെയിറ്റ് കൂടുതലാണ്. ഒരു ടാബിൻ്റെ പോലെയല്ല, കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് 1 കിലോനും 300 ഗ്രാമിൻ്റെ മേലുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത്. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കനം കുറവാണ് ഈ കീപാഡിന്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ടിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീപാഡ് ഒഴിവാക്കിയിട്ട് നമുക്കിത് ടാബായിട്ട് ഉപയോഗിക്കാം. കയ്യിലിങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ട് വെച്ചിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാനുള്ള കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള പിന്നെ സ്ലോട്ട്. പിന്നെ അതുപോലെ HDMI അല്ല USB കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ഓൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് കുത്താനുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ HDMI കേബിളിൽ നിന്നുള്ള ഒരു മെമ്മറി കാർഡ്, SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും ക്യാമറ ഉണ്ട്. 2 മെഗാപിക്സലിൻ്റെ ക്യാമറ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് കമ്പനി ഇതിൻ്റെ കൂടെ തരുന്ന 2 വർഷത്തെ വാറൻറ്റിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 850 അഡീഷണൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം കൂടും പിന്നെ വാറൻറ്റി കിട്ടുന്നു. ഞാൻ ചെയ്തിട്ടില്ല, വാറൻറ്റി കിട്ടുമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കമ്പനി തരുന്നത് ഇതിൻ്റെ കൂടെ 2 ഇയർ വാറൻറ്റിയാണ് ഇപ്പം തരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയില്ല. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒട്ടുമിക്ക കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10-35,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കോട്ടെ വിചാരിച്ചു. ഞാൻ വാങ്ങി ഓപ്പണാക്കി നോക്കി, നല്ല ക്വാളിറ്റിയാണ്, ഒരു കുഴപ്പമില്ല. ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. ക്വാളിറ്റി ലാപ്ടോപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ടാബാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു 11.6 വരുന്നുള്ളൂ. 12 ഇഞ്ച് മുഴുവനായിട്ടില്ല. അതായത് നമ്മളൊരു സാധാ ലാപ്ടോപ്പിൻ്റെ വലിയ സൈസൊന്നും അല്ല ഉള്ളത് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, പിന്നെ ഞാൻ പറഞ്ഞു 2 വർഷത്തെ വാറൻറ്റി ആണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൈസ് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫുൾ ടച്ചാണ് ഡിസ്പ്ലേ, ഫുൾ ടച്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ വാങ്ങിയ വിവരം നിങ്ങൾക്കും അറിയിച്ചെന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും അറിയിക്കാം. ഈ 16,000 രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പ് വെർത്താണോ എന്ന് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക്, കുറേ ആൾക്കാർക്ക് മനസ്സിലാവും. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്.
എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ